നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ സവിശേഷതകളും ജീവിത പ്രത്യേകതകളുമാണ്. ജ്യോതിഷത്തിലെ 13ാമത്തെ നക്ഷത്രമായാണ് അത്തം കാണുന്നത്. കന്നി രാശിയിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഇത് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. കാലുള്ള നക്ഷത്രമെന്നും കൂറുദോഷമുള്ള നക്ഷത്രം എന്നും അത്തം നക്ഷത്രം അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ദോഷ സ്വഭാവം ഒഴിവാക്കിയാൽ ഉത്തമമായ ഫലങ്ങളാണ് അത്തം നക്ഷത്രം നൽകുന്നത്. നമുക്ക് അത്തം നക്ഷത്രത്തിൻ്റെ ശാരീരികവും മാനസികവുമായ സ്വഭാവ ലക്ഷണങ്ങൾ നോക്കാം. ശാരീരിക ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അത്തം നക്ഷത്രക്കാർ പൊക്കമുള്ളവരും ധീരന്മാരുമായിരിക്കും. ഇരുനിറമുള്ള ശരീരവും കൈനീളം കുറഞ്ഞവരുമായിരിക്കും. സ്വഭാവ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ സമാധാനപ്രിയരും ആകർഷകമായ ചിരിയുമുള്ളവരാണ്. മധുരമായ ചിരി മറ്റുള്ളവരെ ആകർഷിക്കുന്നു. ഇവരുടെ സ്നേഹവും സഹകരണവും മറ്റുള്ളവർക്ക് ഇവരെ വിട്ടുപിരിയാൻ ബുദ്ധിമുട്ടാക്കും. ഇവർ ആരെയും ചതിക്കാറില്ല. പക്ഷേ ഇവരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും പലപ്പോഴും അപ്രതീക്ഷിതമായ വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും വരെ കാരണമാകാം. അത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും എന്തൊക്കെയാണെന്ന് നോക്കാം. അത്തം നക്ഷത്രക്കാരുടെ ജീവിതം കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ്. ഒരു നല്ല സമയമുണ്ടെങ്കിൽ ഒരു ചീത്ത സമയം ഉടനെ തന്നെ ഉണ്ടാവും. ആ രീതിയിലാണ് കാണുന്നത്. ഒരു സമയം ഉന്നതിയിലെത്തിയാൽ അടുത്ത നിമിഷം താഴേക്ക് വീഴാനുള്ള സാധ്യത, അതാണ് ഈ പറഞ്ഞത്. എന്നാൽ അപ്രതീക്ഷിതമായ സഹായം ലഭിച്ച് വീണ്ടും ഉയരുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. 30 വയസ്സ് വരെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. പക്ഷേ 30 മുതൽ 45 വയസ്സ് വരെ അത്തം നക്ഷത്രക്കാർക്ക് സുവർണ കാലഘട്ടമായിരിക്കും. 64 വയസ്സിന് ശേഷം വീണ്ടും ജീവിതത്തിൽ വിജയം കൈവരിക്കും. തൊഴിൽപരവും സാമ്പത്തികവുമായ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ അധികാര ശക്തിയുള്ള തൊഴിലുകളിൽ വിജയിക്കും. ബിസിനസ്, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സർക്കാർ ജോലികളിലും ഇവർക്ക് വിജയം ലഭിക്കാം. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ ഇവർ എന്ത് ത്യാഗവും ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ജീവിതത്തിൽ ധനനഷ്ടങ്ങൾക്കും അപ്രതീക്ഷിതമായ ലാഭങ്ങൾക്കും സാധ്യതയുള്ളവരാണ്. സ്ത്രീകളും അത്തം നക്ഷത്രവും എങ്ങനെയെന്ന് നോക്കിയാൽ പെണ്ണത്തം പൊന്നത്തം എന്ന പ്രസിദ്ധമായ ചൊല്ല് അത്തം നക്ഷത്രത്തിലെ സ്ത്രീകളുടെ ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു. ഇവർ ആകർഷകത്വം, കുലീനത, ഐശ്വര്യം എന്നിവയിൽ അനുഗ്രഹീതരാണ്. സ്ത്രീകൾ ഇവർക്ക് സഹായിക്കുന്നു. പക്ഷേ സ്ത്രീകൾ മൂലമുള്ള പേരുദോഷങ്ങളും ഇവർ അനുഭവിക്കാനിടയാകും. മറ്റു സ്വഭാവ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അത്യുത്സാഹവും ശക്തിയും ഒക്കെയുള്ള ആൾക്കാരാണ്. എന്നാൽ മദ്യപാനത്തോടും സ്ത്രീ ബന്ധങ്ങളോടും താല്പര്യം കാണിക്കാനും സാധ്യത കാണുന്നുണ്ട്. ആത്മീയ വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരായിട്ടാണ് പൊതുവെ കാണുന്നത്. ഇവരിൽ സ്വാർത്ഥതയും അസൂയയും കാണാം. പക്ഷെ പുറമെ സ്നേഹവും സഹായവും പ്രകടിപ്പിക്കും. ജീവിതത്തിലെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കിയാൽ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും തുടർച്ചയായി അനുഭവപ്പെടുന്ന ആൾക്കാരാണ്. വിദ്യാഭ്യാസം കുറഞ്ഞാലും ഇവർക്ക് അറിവും സമ്മാനങ്ങളും ലഭിക്കും. അത്തം നക്ഷത്രക്കാർ ഒന്നുകൊണ്ട് വിളകാത്ത സ്വഭാവക്കാരാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും സന്തോഷപൂർവ്വം അത് സഹിക്കാനുള്ള സാധ്യത അവർ പ്രകടിപ്പിക്കാറുണ്ട്. എല്ലാവരോടും സ്നേഹമായി പെരുമാറും. ഇടപെടുന്നവരുടെ എല്ലാവരുടെയും സ്നേഹവും വിശ്വാസവും നേടിയെടുക്കുന്ന ആൾക്കാരാണ്. ശത്രുക്കളെ പോലും സഹായിക്കാൻ അത്തം നക്ഷത്രക്കാർ സന്നദ്ധത കാണിക്കും. അതിനൊന്നും ഒരു മടി കാണിക്കാത്ത ആൾക്കാരാണ്. പൊതുവെ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യവും അത്തം നക്ഷത്രക്കാർ ചെയ്യാറില്ല. അത്തം നക്ഷത്രത്തിൻ്റെ ഗണം ദൈവഗണമാണ്. മൃഗമായിട്ട് വരുന്നത് പോത്താണ്. പക്ഷി കാക്കയാണ്. വൃക്ഷം അമ്പഴമാണ്. രത്നം മുത്താണ്. ഭാഗ്യസംഖ്യ 2 അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂറുദോഷം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ദോഷം പിതാവിനോ അമ്മാവനോ ജാതകനോ മാതാവിനോ ബാധിക്കാം. ഇത് 18 വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്നാണ് കരുതുന്നത്. ദോഷം സംഭവിക്കുന്നത് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയെ ആശ്രയിച്ചായിരിക്കും. പ്രത്യേകിച്ച് കാലിൽ കാൽ എന്ന സ്ഥിതി എന്ന് വെച്ചാൽ നക്ഷത്രത്തിൻ്റെ ഒരു പാദത്തിൻ്റെ 3.25 നാഴിക. ചന്ദ്രൻ ബലഹീനനായി നിൽക്കുമ്പോഴാണ് വളരെ ഗുരുതരമായ ദോഷങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മരണം പോലുള്ള ഗുരുതരമായ പരിണാമങ്ങൾക്കും കാരണമാകും. ശനി, രാഹു, കേതു എന്നീ ദശാകാലങ്ങളിൽ അത്തം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദുർഗാ ഭജനമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉത്തമം. അത്തം നക്ഷത്രവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും വിശേഷാൽ പൂജകളും നടത്തേണ്ടതാണ്. അത്തം നക്ഷത്രക്കാർ അത്തം, തിരുവോണം എന്നീ നാളുകൾ തോറും ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് ഉത്തമമാണ്. രാശാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പ്രതികൂലമായ നക്ഷത്രങ്ങൾ
ചോതി, അശ്വതി, ഭരണി, കാർത്തിക, മൂലം, അനിഴം എന്നീ നാളുകൾ അത്തം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ്. ഈ നക്ഷത്രക്കാരുമായി അത്തം നാളുകാർ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അത്തം നക്ഷത്രക്കാർക്ക് ജന്മന 10 വയസ്സ് വരെ ചന്ദ്രദശയാണുള്ളത്. അത്തം നക്ഷത്രക്കാർക്ക് 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെ രാഹുദശയാണുള്ളത്. ഈ കാലയളവ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പല വിധത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിലാക്കാം. ധനനഷ്ടം, അപവാദം, കേസുകൾ തുടങ്ങിയവ ഈ കാലയളവിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പല നാളുകളായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റും. 25 വയസ്സ് മുതൽ 41 വയസ്സ് വരെ വ്യാഴദശയാണുള്ളത്. ഈ കാലയളവുകളിൽ സർവകാര്യ വിജയമാണ് സാധ്യത. അത്തം നാളുകാർക്ക് 41 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ശനിദശയാണുള്ളത്. ഈ കാലയളവിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഫലിക്കാറ്. പലതരത്തിലുള്ള രോഗാവസ്ഥകൾക്ക് സാധ്യതയുണ്ട്. ജാതകക്കാരൻ്റെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ശനി ധാരാളം ശുഭഫലങ്ങളും നൽകും. അത്തം നാളുകാർ ദീർഘായുസുള്ളവരായിട്ടാണ് കാണുന്നത്. കേതു ദിശയ്ക്ക് ശേഷമുള്ള കാലയളവ് ജാതകന് ഗുണപ്രദമാണ്. സദാ ഈശ്വര സ്മരണയിൽ ജീവിക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ ദശാസന്ധിയിലെ പൊതുവായ ഫലങ്ങളാണ്. ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് വ്യക്തിപരമായ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം. അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.